ഹൗ ടു മാനേജ് മണി. ആദ്യം പറഞ്ഞത് ഹൗ ടു മേക്ക് മോർ മണിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഹൗ ടു മാനേജ് മണി. കിട്ടുന്ന പൈസയെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പൈസയെ കൂടുതൽ എമൗണ്ട് ആക്കി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളായിട്ട് മാറാൻ സാധിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ്. അതൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഹൗ ടു മൾട്ടിപ്ലൈ മണി. ഹൗ ടു മൾട്ടിപ്ലൈ മണി. മൾട്ടിപ്ലൈ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ പൈസ ഇരട്ടിപ്പിക്കുക. നമ്മുടെ കയ്യിലുള്ള പൈസ, നമ്മൾ ഫ്രീ ആയിട്ട് വരുന്ന പൈസ, നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുന്ന പൈസ എങ്ങനെയാണ് ഇരട്ടിപ്പിക്കുക. ഈ ഇരട്ടിപ്പിക്കുക എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ഇതെന്തോ പുലിവാരി പിടിച്ച പരിപാടിയാണോ, അല്ലേ? പെട്ടെന്ന് അങ്ങനെയല്ല ആൾക്കാർ ചിന്തിക്കുക ഇരട്ടിപ്പിക്കുക. ഈ ഇരട്ടിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊരു 5 ലക്ഷം രൂപ കിട്ടുന്നില്ല. ഈ 5 ലക്ഷം രൂപ നമ്മൾ വെറുതെ ഇങ്ങനെ 500ന്റെ 10 കെട്ടാക്കിയിട്ട് മേശയിൽ അല്ലെങ്കിൽ അലമാര വെച്ച് കൂട്ടിയായിട്ടുള്ള കാര്യമുണ്ടാവും. എന്താ സംഭവിക്കാം? 500ന്റെ കെട്ട്, 100 കെട്ട്, ഇപ്പൊ 50,000 രൂപ, അങ്ങനത്തെ 10 കെട്ട്, അപ്പൊ 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപ നിങ്ങൾ അതിലുണ്ട്. ഈ പൈസ കളം കൊണ്ടുപോകാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും അലമാരയിൽ വെച്ച് കൂട്ടി ഒരു 5 കൊല്ലം കഴിഞ്ഞെടുത്ത് നോക്കി വല്ല മാറ്റം ഉണ്ടാവും. 10 കൊല്ലം കഴിഞ്ഞെടുത്ത് നോക്കി വല്ല മാറ്റം ഉണ്ടാവും. ഉണ്ടാവും. അതിന്റെ മൂല്യം കുറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ആ 5 ലക്ഷം രൂപയ്ക്ക് ഇന്ന് കിട്ടുന്ന സാധനം 5 കൊല്ലം കഴിയുമ്പോൾ കിട്ടില്ല, 10 കൊല്ലം കഴിയുമ്പോൾ കിട്ടില്ല. ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ വാല്യൂ അതിലുണ്ടാവുള്ളൂ. അപ്പൊ അത് എന്ത് വേണം? നമ്മൾ ഇന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ 1 ഗ്രാം സ്വർണ്ണത്തിന് എത്ര വില? ഇപ്പൊ 1 ഗ്രാം സ്വർണ്ണത്തിന് 15,000 രൂപ റൗണ്ടായിട്ട് എടുക്കാം. റൗണ്ടായിട്ട് 15,000 രൂപ. അപ്പോൾ 15,000 രൂപ സ്വർണ്ണത്തിനുണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപക്ക് എത്ര ഗ്രാം സ്വർണ്ണം കിട്ടും? 15,000 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 1,20. ഏകദേശം ഒരു 4 പവൻ സ്വർണ്ണം, 4 പവൻ സ്വർണ്ണം കിട്ടും, അല്ലേ? ഈ 4 പവൻ സ്വർണ്ണം നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടാം. ഇത് സ്വർണ്ണമാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എൻ്റെ വാല്യൂ കൂടി. നേരെ മറിച്ച് പൈസ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ 2004 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില ആർക്കും ഓർമ്മയുണ്ടോ? 2004 അത് കൃത്യമായിട്ട് 20-22 വർഷം മുമ്പ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഇല്ല 500 രൂപ. പണിക്കൂലി എടുക്കുകയായിരുന്നു. 1 ഗ്രാം സ്വർണ്ണത്തിന് 500 രൂപയുണ്ടായിരുന്നു 2004. 2004 1 ഗ്രാം സ്വർണ്ണത്തിന് 500 രൂപയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 രൂപ വരെയുള്ള എത്ര സ്വർണം നമുക്ക് 2004 എത്ര ഗ്രാം വാങ്ങിയാൽ പറ്റുള്ളൂ? 500 രൂപ വാല്യൂ 1 ഗ്രാം സ്വർണ്ണത്തിന്.